ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വെക്ടേഴ്സ്. നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഫോഴ്സ്, വെലോസിറ്റി ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഇവരെല്ലാം വെക്ടേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ വെക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള വളരെ നല്ലൊരു ടൂളാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ഓക്കെ, വെക്ടേഴ്സ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് സ്കേലേഴ്സ് എന്നറിയണം. വാട്ട് ആർ സ്കെലാർ ക്വാണ്ടിറ്റീസ്? സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിലൊരു 5 kg ആപ്പിൾ ഉള്ള ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, 5 kg ആപ്പിൾ ആണ് ആ ബോക്സിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 kg ആപ്പിൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട് എന്ന് വിചാരിക്കാം. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എൻ്റെ കയ്യിൽ 5 kg ആപ്പിൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? എൻ്റെ കയ്യിൽ 5 kg ഉള്ളൂ ആപ്പിൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാ? സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻ ഓർഡർ ടു ഫുള്ളി ഡിഫൈൻ എ ക്വാണ്ടിറ്റി വി ഷുഡ് ഓൺലി സ്പെസിഫൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ അത് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഉദാഹരണത്തിന് എൻ്റെ കാറിന്റെ സ്പീഡ്, ഞാൻ എൻ്റെ കാർ ഇപ്പോൾ 40 km/h ഓടിക്കുന്നതെങ്കിൽ വേറെ ആൾക്ക് ഞാൻ പറഞ്ഞാൽ 40 km/h ഞാൻ ഓടിക്കുന്നത് പറഞ്ഞാൽ അത് മാത്രം മതി അല്ലേ? എൻ്റെ സ്പീഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ തന്നെ ഫുള്ളി ഡിഫൈൻഡ് ആയി. ഓക്കെ, അപ്പോൾ സ്കെലാർ ക്വാണ്ടിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒരു ക്യാപിറ്റൽ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്മോൾ ആൽഫബറ്റ്. ഓക്കെ, ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ മെയിൻ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ്? നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാരം ബോർഡ് ഉണ്ട്. ഓക്കെ, ക്യാരം ബോർഡിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിൽ ഒരു കോയിൻ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങളെ കോയിൻ ഉണ്ട്. ആ കോയിന് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രത്യേക ഡിറക്ഷനിൽ പോകും അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡിറക്ഷനിൽ വിചാരിക്കുക, ഈ ഡിറക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഒരു 45 ഡിഗ്രിയിലാണ് നിങ്ങൾ ഇതിനെ സ്ട്രൈക്ക് ചെയ്തതെന്ന് സങ്കല്പിക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റെ ക്യാരം കോയിൻ 3 m/s സ്പീഡിൽ തെറിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിക്കുക. എൻ്റെ ഒരു കോയിന് 3 m/s 45 ഡിഗ്രി ആംഗിളിൽ പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് എന്ത് പറയണം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് പറയണം. ഇതെന്താണ്? ഈ ക്യാരമിന്റെ വെലോസിറ്റി അല്ലേ ഉദ്ദേശിച്ചത്? അപ്പം വെലോസിറ്റി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് മാഗ്നിറ്റ്യൂഡ് പറയണം, രണ്ട് എന്ത് പറയണം? ഇതിന്റെ ഡയറക്ഷനും പറയണം. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റി മറ്റൊരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. എങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി. സപ്പോസ് നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞുള്ളൂ, ഡയറക്ഷൻ പറഞ്ഞില്ല. അപ്പൊ അയാൾ എന്താ വിചാരിക്കുക? എൻ്റെ കോയിന് ചിലപ്പോൾ ഇങ്ങോട്ട് പോവാം, ചിലപ്പോൾ ഇങ്ങോട്ട് പോവാം, ചിലപ്പോൾ ഇങ്ങോട്ട് പോവാം. 3 m/s തന്നെ ഏത് ഡയറക്ഷനിലും പോയിക്കൂടെ? അപ്പോ ഏത് ഡയറക്ഷൻ ആണ് കറക്റ്റ് സ്പെസിഫൈ ചെയ്താലേ എൻ്റെ വെലോസിറ്റി എന്നുള്ളത് എന്താവുള്ളൂ? ഫുള്ളി സ്പെസിഫൈഡ് ആവുള്ളൂ. ഫുള്ളി സ്പെസിഫൈ ആവണമെങ്കിൽ ഞാൻ എന്ത് പറയണം? മാഗ്നിറ്റ്യൂഡും പറയണം, ഡിറക്ഷനും പറയണം. ഓക്കെ, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ വേറൊരു ഫുട്ബോൾ ഉണ്ട്. ആ ഫുട്ബോള് നിങ്ങൾ കിക്ക് ചെയ്തു. കിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രത്യേക ഡിറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു. അപ്പൊ ഏത് ഡിറക്ഷനിലാണ് കിക്ക് ചെയ്തത് എന്നും പറയണം, എത്ര ഫോഴ്സിലാണ് കിക്ക് ചെയ്തതെന്നും പറയണ്ടേ? എന്നാലല്ലേ കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആവുള്ളൂ. അപ്പൊ ഫോഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? അവിടെ മാഗ്നിറ്റ്യൂഡും വേണം, ഡിറക്ഷനും വേണം. നമ്മൾ 2 എക്സാമ്പിൾ കണ്ടുല്ലേ വെക്ടറിന്റെ? ഒന്നെന്താണ്? വെലോസിറ്റി. രണ്ടെന്താണ്? ഫോഴ്സ്. ഫോഴ്സ്, വെലോസിറ്റി എന്നുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ്? വെക്ടർ ആണ്. അപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ എന്താണ് വെക്ടർ, എന്താണ് സ്കെലാർ എന്നുള്ളത്? ഓക്കെ, ഇനി ഒരു വെക്ടർ നമുക്ക്
റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക ആൽഫബറ്റ് തന്നെ, പക്ഷെ വെക്ടർ ആയതുകൊണ്ട് നമ്മൾ മേലെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, എ ബാർ അല്ലെങ്കിൽ ബി ബാർ, എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഇത് പറയുമ്പോൾ എന്ത് പറയണം? എ ക്യാപിറ്റൽ എന്റെ മേലെ ബാർ ഒരു ആരോ മാർക്ക് അത് വെക്ടർ ആണെന്ന് പറയാൻ ഉദ്ദേശിച്ചതുകൊണ്ട് നമ്മൾ ഇട്ടു. അപ്പൊ അതിനെ പറയാം എ ബാർ എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? വെക്ടർ അഡിഷൻ എന്ന. സങ്കല്പിക്കുക, നേരത്തെ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത കോയിൻ, ആ സ്ട്രൈക്ക് ചെയ്ത കോയിന്റെ വെലോസിറ്റി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആദ്യം നമ്മൾ എപ്പോഴും ഒരു ആക്സിസ് വരയ്ക്കണം. ആക്സിസ് വരയ്ക്കുകയാണ്, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. നമ്മുടെ കോയിൻ ഇവിടെ ഉണ്ട്, ഒറിജിനിലാണ് നമ്മളെ കോയിൻ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ സ്ട്രൈക്ക് ചെയ്തു അല്ലേ? സ്ട്രൈക്ക് ചെയ്ത് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡിലാണ്. എത്ര ആംഗിൾ? 45 ഡിഗ്രി. ഇപ്പൊ വെക്ടർ വരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കറക്റ്റ് വരയ്ക്കണം. കഴിഞ്ഞത് 3 സെന്റിമീറ്റർ ആക്കി വരയ്ക്കാൻ നോക്കുക. 1 2 3 സെന്റിമീറ്റർ വരയ്ക്കുക, 45 ഡിഗ്രിയിൽ വരയ്ക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുക. ഒരു പേരും കൊടുക്കുക, എ ബാർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഫുൾ റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ. മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇതല്ലേ മാഗ്നിറ്റ്യൂഡ്. പിന്നെ എന്ത് വേണം? ഡയറക്ഷനും വേണം, അതായത് 45 ഡിഗ്രി എന്നുള്ള ഡയറക്ഷൻ. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഒരു വെക്ടർ ആവുന്നത്. ഇനി നമുക്ക് വെക്ടർ അഡിഷൻ ചർച്ച ചെയ്യാം. അതിനാദ്യം നിങ്ങൾ ഒരു ട്യൂബ് സങ്കല്പിക്കുക. ഒരു ട്യൂബ് ഉണ്ട് കേട്ടോ. ഈ ട്യൂബിനുള്ളിൽ ഒരു ചെറിയ ബോള് ഇങ്ങനെ 3 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട്. 3 മീറ്റർ പെർ സെക്കൻഡിൽ എൻ്റെ ബോൾ പോകുന്നുണ്ട്. ഈ ബോൾ 3 മീറ്റർ പെർ സെക്കൻഡിൽ റൈറ്റിലോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ റോഡിന് മേലോട്ടേക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഈ ട്യൂബിനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിന് ശേഷം എന്തായിരിക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ അവസ്ഥ? ഈ ട്യൂബ് 4 മീറ്റർ മുകളിലോട്ട് നീങ്ങിണ്ടാവില്ലേ? ട്യൂബ് ഇവിടെ എത്തിണ്ടാവും, സ്വാഭാവികമായിട്ടും ട്യൂബ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ? 4 മീറ്റർ നീങ്ങിണ്ടാവും. നമുക്ക് ആ 4 മീറ്റർ ഡിനോട്ട് ചെയ്യാം. 4 മീറ്റർ നീങ്ങിണ്ടാവും. ഒരു സെക്കൻഡിലോട്ടോ പറയുന്നത്, ആഫ്റ്റർ 1 സെക്കൻഡ്. ഓക്കെ, ഇനി ബോളിന്റെ അവസ്ഥ എന്തായിരിക്കും? ബോള് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സെക്കൻഡിന് ശേഷം എത്ര നീങ്ങിണ്ടാവും? 3 മീറ്റർ നീങ്ങിണ്ടാവില്ലേ? 3 മീറ്റർ നീങ്ങിണ്ടാവും. 3 മീറ്റർ നീങ്ങിണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് എൻ്റെ ബോളിന്റെ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത്? ബോള് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോള് റൈറ്റിലോട്ട് 3 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി ഉണ്ട് ഓൾറെഡി. അതിന് പുറമെ ട്യൂബിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മുകളിലോട്ട് എന്തുണ്ട്? ഒരു 4 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വേറെ വെലോസിറ്റി ഉണ്ട് അല്ലേ? ഇത് രണ്ടും കാരണം റിസൾട്ടന്റ് എന്തായിരിക്കും നോക്കിയാലോ? നമുക്ക് എന്തായിരിക്കും റിസൾട്ടന്റ് വരിക? ബോളിന്റെ ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ബോളിന്റെ ഫൈനൽ പൊസിഷൻ ബി ആണ്. ബോൾ എത്ര നീങ്ങി? ഇനീഷ്യൽ ടു ഫൈനൽ 4 മീറ്റർ മുകളിലോട്ട് നീങ്ങി, 3 മീറ്റർ സൈഡിലേക്കും നീങ്ങിയിട്ടുണ്ട് ബോൾ. അപ്പൊ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എത്ര? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിന്റെ റൂട്ട് അല്ലേ? അതായത് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതായത് 5 അല്ലേ? അതിന്റെ റൂട്ട് 5 അല്ലേ? ഒന്നുമില്ല, ഇത് പൈത്തഗോറസ് ട്രയാങ്കിൾ അല്ലേ? ഈ എ ബി സി എന്ന് പറയുന്നത് പൈത്തഗോറസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ ഈ പച്ച വെക്ടർ എന്ന് പറയുന്നത്? അതുകൊണ്ട് പച്ച വെക്ടറിന്റെ ദൂരം എത്രയായിരിക്കും? ലെങ്ത് എത്രയായിരിക്കും? 5 അല്ലേ? ഓക്കെ, അപ്പൊ അതവിടെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ എന്റെ ബോൾ ആക്ച്വലി എത്ര നീങ്ങിയിട്ടുണ്ട്? 5 മീറ്റർ നീങ്ങിയിട്ടുണ്ട് ഇൻ 1 സെക്കൻഡ്. അപ്പൊ എന്റെ ബോളിന്റെ വെലോസിറ്റി എത്രയാണ് ശരിക്കും പറഞ്ഞാൽ? ആക്ച്വൽ വെലോസിറ്റി ഓഫ് മൈ ബോൾ, അല്ലെങ്കിൽ വി നെറ്റ് എത്രയാണ് ശരിക്കും പറഞ്ഞാൽ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെങ്ങനെ ശരിക്കും കിട്ടുമെന്ന് വെച്ചാൽ ഈ രണ്ട് വെക്ടർ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, രണ്ട് വെക്ടർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 മീറ്റർ പെർ സെക്കൻഡിനെ എടുത്തിട്ട് അതിന്റെ ടെയില് 3 മീറ്റർ പെർ സെക്കൻഡിന്റെ ഹെഡിനെ അവിടെ കൊണ്ടുവെക്കുക. കണ്ടോ? ഈ 4 മീറ്റർ പെർ സെക്കൻഡ് എടുത്തിട്ട് ഞാൻ 3 മീറ്റർ പെർ സെക്കൻഡ് ഹെഡിന്റെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് 3 മീറ്റർ പെർ സെക്കൻഡ് ടെയിലിൽ നിന്ന് 4 മീറ്റർ പെർ സെക്കൻഡ് ഹെഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് റിസൾട്ടന്റ്. അത് എന്തായിരിക്കും? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എ ബാർ പ്ലസ് ബി ബാർ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട് വെക്ടർ ഉണ്ട്, ഒന്ന് എ ബാർ ആണ്. ഓക്കെ, ഒന്ന് എ ബാർ ആണ്, മറ്റേത് ബി ബാർ ആണ്. അപ്പൊ എ ബാറിന്റെ ബി ബാറിന് നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക അതിന്? ആദ്യം നിങ്ങൾ ബി ബാറിനെ എടുക്കുക. ആദ്യം നിങ്ങൾ ബി ബാറിനെ ഫുൾ ആയിട്ട് എടുത്തിട്ട് എ ബാറിന്റെ
ഹെഡിൽ കൊണ്ടുവെക്കുക. അതായത് ബി ബാറിന്റെ ടെയിൽ മനസ്സിലാവുന്നില്ല, ബി ബാറിന്റെ ടെയിൽ എടുത്തിട്ട് എ ബാറിന്റെ ഹെഡിൽ കൊണ്ടുവെക്കുക. ഓക്കെ, എന്നിട്ട് എ ബാറിന്റെ ടെയിലിൽ നിന്ന് ബി ബാറിന്റെ ഹെഡിലേക്ക് ലൈൻ വരയ്ക്കുക. അതായിരിക്കും എന്ത്, എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള റിസൾട്ടന്റ് വെക്ടർ. അപ്പൊ നമ്മൾ റീക്യാപിറ്റുലേറ്റ് ചെയ്താലോ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എ ബാറും ബി ബാറും ആഡ് ചെയ്യണമെങ്കിൽ ടേക്ക് ടെയിൽ ഓഫ് ബി ബാർ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ടു ദ ഹെഡ് ഓഫ് എ ബാർ അല്ലെ. ബി ബാറിന്റെ ടെയിൽ എടുത്ത് എ ബാറിന്റെ ഹെഡിൽ വെച്ചു, ബി ബാറിന്റെ ടെയിൽ എടുത്തിട്ട് എ ബാറിന്റെ ഹെഡിൽ വെച്ചു അല്ലെ. അപ്പോഴല്ലേ നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള വെക്ടർ കിട്ടുന്നത്. ഇനി റിസൾട്ടന്റ് എന്താണ്, റിസൾട്ടന്റ് വിൽ ബി obtained by connecting tail of a bar and head of b bar അല്ലെ. എ ബാറിന്റെ ടെയിലും ബി ബാറിന്റെ ഹെഡും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ കിട്ടൂലേ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ വേറെ വെക്ടർ ഉണ്ട്, ഏതാണ്, സി ബാർ ആണ്. വേറൊരു വെക്ടർ ഉണ്ട് ഡി ബാർ. സി ബാറും ഡി ബാറും നിങ്ങൾക്ക് ആഡ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ഡി ബാറിന്റെ സെയിം മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള വെക്ടർ നിങ്ങൾ സി ബാറിൽ ഹെഡിൽ പോയി വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കണക്ട് ചെയ്യുക. അപ്പൊ ഇതെന്തായിരിക്കും, സി ബാർ പ്ലസ് ഡി ബാർ ആയിരിക്കും. എളുപ്പമല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താണ് ഈക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ് നോക്കാം. രണ്ട് വെക്ടർ എപ്പോഴാണ് ഈക്വൽ ആവുക. ഒരു എ ബാർ ഉണ്ട് ഇവിടെ, ഓക്കെ, ഒരു ബി ബാർ ഇവിടെ വേറെ ഉണ്ട്. എ ബാറും ബി ബാറും ഈക്വൽ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി സെയിം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും, ഡിറക്ഷൻ ഷുഡ് ബി സെയിം. അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും സെയിം ആയാൽ മാത്രമേ നമുക്ക് എ ബാറും ബി ബാറും സെയിം ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ ബി ബാറിനെ എടുത്ത് എ ബാറിനെ എടുത്ത് വെക്കുക. അപ്പൊ നോക്ക്, ആക്സിസ് വരച്ചു നോക്കൊന്ന്, കണ്ടോ, എ ബാറിന്റെയും ബി ബാറിന്റെയും എന്ത് വ്യത്യാസമുണ്ട്, ഡിറക്ഷൻ വ്യത്യാസമല്ലേ. എ ബാറിന്റെ ഡിറക്ഷൻ വേറെയാണ്, ബി ബാറിന്റെ ഡിറക്ഷൻ വേറെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബാർ നോട്ട് ഈക്വൽ ടു ബി ബാർ. എ ബാറും ബി ബാറും ഈക്വൽ ആവണം, എന്താവണം, മാഗ്നിറ്റ്യൂഡും സെയിം ആവണം, ഡയറക്ഷനും സെയിം ആവണം.